തിരുവല്ലയിൽ ഒരു കൂറ്റൻ ഷോപ്പിംഗ് മാളിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞോ? കൂറ്റൻ ഷോപ്പിംഗ് മാൾ എന്ന് പറയുമ്പോഴേ 18 നിലകളാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ലുലു മാളിന്റെ ഒക്കെ കാര്യം നോക്കുവാണെങ്കിൽ 2 നില അല്ലെങ്കിൽ 3 നില അത്രയൊക്കെ വരാറുള്ളൂ. പക്ഷെ ഇവിടെ 18 നിലയാണ് ഈ ഒരു ഷോപ്പിംഗ് മാളിനകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു 18 നിലയ്ക്കകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അപ്പോൾ ഇവിടെ ഇതൊരു ഷോപ്പിംഗ് മാൾ കൺസെപ്റ്റ് ആയിട്ടല്ല ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഷോപ്പിംഗ് മാൾ ആകുമ്പോൾ എന്തായാലും റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ഒരുപാടുണ്ടാവും. അത് കൂടാതെ ഹോട്ടൽ വരുന്നുണ്ട്, പിന്നെ റെസ്റ്റോറൻറ്റ്സ് വരുന്നുണ്ട്, പിന്നെ അപ്പാർട്ട്മെന്റ് നമ്മുടെ കൊല്ലം കൊട്ടിയം ഡ്രീംസ് മാളിലൊക്കെ കണ്ട പോലെ തന്നെ ഇവിടെയും അപ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട്. അതും അത്യാവശ്യം നല്ല നിലകളിലായിട്ട് തന്നെ അപ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്കൊക്കെ വളരെയധികം സന്തോഷമുള്ള മൾട്ടിപ്ലക്സ് തിയേറ്റർ വരുന്നുണ്ട്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനം സുരക്ഷിതമായി പാർക്ക് ചെയ്യാനായിട്ട് ഏറ്റവും മുകളിലായിട്ട് ഹെലിപാഡ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാം തികഞ്ഞ ഒരു ഷോപ്പിംഗ് മാൾ ആണ്. അപ്പോൾ ഈ 18 നില എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഒരു വലിപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയും ഗംഭീരമായ ഒരു ഷോപ്പിംഗ് മാളാണ് തിരുവല്ലയിൽ വരാനായിട്ട് പോകുന്നത്. അപ്പൊ ഏതാണ് ആ ഒരു ഷോപ്പിംഗ് മാൾ? നമ്മുടെ തിരുവല്ല കുറ്റപ്പുഴയിൽ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് നിങ്ങൾക്ക് അറിയാവോ? ആ ഒരു ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് മാളാണ് വരുന്നത്. അപ്പൊ പേരും അത് തന്നെയാണ് കേട്ടോ. ബിലീവേഴ്സ് മാൾ എന്നാണ് ഇതിന്റെ പേര്. ഒരുപാട് പേരുടെ വിശ്വാസത്തിന് പുറത്ത് കെട്ടിപ്പടുത്ത ഒരു ഷോപ്പിംഗ് മാൾ എന്ന് തന്നെ നമുക്ക് ഇതിനെ വിളിക്കാം. അപ്പൊ അതിന്റെ വർക്കാണ് ഇപ്പോൾ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴേ ഈ ഒരു മാളിന്റെ വലിപ്പത്തെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഇതിന്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ 64,641 സ്ക്വയർ മീറ്റർ ആണ്. അപ്പോൾ അതിനെ നമ്മൾ നേരെ സ്ക്വയർ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ 7 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. 6,91,000 അങ്ങനെ പോകും. ഞാൻ റൗണ്ട് ചെയ്ത് 7 ലക്ഷം എന്ന് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഡീസൻറ്റ് സൈസ് ഉള്ള ഒരു ഷോപ്പിംഗ് മാളാണ്. ഷോപ്പിംഗ് മാൾ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ കുറേ അധികം സാധനങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. തിരുവല്ലയിൽ മാത്രമല്ല, പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഷോപ്പിംഗ് മാൾ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഓരോ ഫ്ലോറിലും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യം നോക്കാം. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രധാനമായിട്ടും ഉള്ളത് പസിൽ പാർക്കിംഗ് ആണ്. അപ്പോൾ വാഹനവുമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്. ഇനി ഫസ്റ്റ് ഫ്ലോർ തൊട്ട് അങ്ങ് 4th ഫ്ലോർ വരെയാണ് നമ്മൾ ഈ പറയുന്ന ഷോപ്പിംഗ് മാൾ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, തൊട്ടടുത്ത് മെഡിക്കൽ കോളേജ് ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഹോസ്പിറ്റലുമായിട്ട് ഈ ഒരു ഷോപ്പിംഗ് മാളിനൊരു കണക്ഷൻ ഉണ്ട് കേട്ടോ. അതായത് 5ാമത്തെ നിലയിൽ വരുന്നത് ഫിസിയോതെറാപ്പിയാണ്. അതുപോലെ തന്നെ 6ാമത്തതും 7ാമത്തതുമായ നിലയിൽ വരുന്നത് ഈ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന്റെ അക്കോമഡേഷൻ ആണ് കേട്ടോ. പിന്നെ മുകളിലോട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അപ്പാർട്ട്മെന്റ്സ് വരുന്നത്. അത് സിംഗിൾ റൂം അപ്പാർട്ട്മെന്റ് ഉണ്ട്, ഡബിൾ റൂം അപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ മുകളിലോട്ട് പോകും. പിന്നെ 16 തൊട്ട് 18 വരെയാണ് ഹോട്ടലും റെസ്റ്റോറൻറ്റ്സും വരുന്നത്. അപ്പോൾ ഏത് ഫ്ലോറിലാണ് മൾട്ടിപ്ലക്സ് എന്ന് ചോദിക്കുവാണെങ്കിൽ 3ാമത്തെ ഫ്ലോറിലാണ് മൾട്ടിപ്ലക്സ് വരുന്നത്. 5 സ്ക്രീനോട് കൂടിയ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് നമ്മുടെ ബിലീവേഴ്സ് മാളിൽ വരുന്നത് കേട്ടോ. അതും ഓരോ സ്ക്രീനിലും 150 സീറ്റിംഗ് കപ്പാസിറ്റി ആണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അതിന്റെ ഫർദർ അപ്ഡേറ്റുകളൊക്കെ നമുക്ക് പിന്നീട് അറിയിക്കാം. പിന്നെ സാധാരണ മാളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിന് ചില പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ കൺസ്ട്രക്ഷൻ തന്നെയാണ്. ഇവിടെ സ്റ്റീലും RCCയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. നമ്മുടെ വാരിയലിലൊക്കെ പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സ്കെൽട്ടൺ വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റീൽ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? കൺസ്ട്രക്ഷൻ ടൈം ഭയങ്കരമായിട്ട് അങ്ങോട്ട് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഇവിടെ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാളിന്റെ പണി തുടങ്ങിയിട്ട് കുറേ അധികം കാലമായിട്ടുണ്ട്, ഇതുവരെയായിട്ടും അത് പൂർത്തീകരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു അഡാപ്റ്റേഷൻ, അതായത് ഈ ഒരു സ്റ്റീലിലേക്കുള്ള അഡാപ്റ്റേഷന്റെ ഗുണം പൂർണ്ണമായിട്ട് കിട്ടിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. കോവിഡിന്റെ സമയത്താണ് എനിക്ക് തോന്നുന്നു വർക്ക് അത് നിന്നു പോയെന്ന് തോന്നുന്നു കേട്ടോ. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് കാര്യമായിട്ട് അങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ അടുത്തായിട്ട് വർക്ക് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും തിരുവല്ലയുടെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഒരു എന്താ പറയുക, ഒരു അത്യാവശ്യം നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ടൗൺ ആണ്. അത്യാവശ്യം നല്ല ബ്രാൻഡുകളും നല്ല നല്ല ഔട്ട്ലെറ്റുകളും ഒക്കെ ഉള്ള ഒരു ഡെവലപ്ഡ് ടൗൺ ആണ് തിരുവല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു മാള് വരുന്നതോട് കൂടിയിട്ട് എന്തായാലും തിരുവല്ലയുടെ പേര് ഒന്നുകൂടെ വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. സാധ്യതയല്ല, ഉറപ്പായിട്ടും വർദ്ധിക്കും. കാര്യം അത്രയധികം എന്താ പറയുക, കൺസ്യൂമേഴ്സും അതുപോലെ തന്നെ നല്ല ഫിനാൻഷ്യൽ ഫ്ലോ ഉള്ള ഒരു ഏരിയ ആണ് തിരുവല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് തിരുവല്ലയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും കേട്ടോ.